സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ആയാലോ? നിങ്ങളുടെ ടൈം ടേബിൾ കാർഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങളുടെ ടേബിളിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെക്കോറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുക്കുക, കുറച്ച് വലുത് വേണം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ 4 സൈഡും ഒരു ബോർഡറായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ പോർഷനാണ് നമ്മുടെ ടൈം ടേബിൾ കാർഡ് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 ബോർഡർ വരച്ചതിന് ശേഷം സെൻറ്ററിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ പീസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ടൈം ടേബിളിൻ്റെ കാർഡ് പോലെ നമ്മൾ കോളം റോയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. എത്ര പീരീഡ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കോളം റോയൊക്കെ വരച്ച് ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ സൈഡൊക്കെ ഞാനിതൊന്ന് ബ്ലാക്ക് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്രയോൺസോ അല്ലെങ്കിൽ സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കളർഫുൾ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ആ ബോർഡറൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഭംഗിയാക്കിയാലും മതി. ഇനി നമ്മൾ ആ ടൈം ടേബിൾ കാർഡിൻ്റെ സെൻറ്റർ പോർഷനില്ലാത്ത ബാക്കിയുള്ള റെക്റ്റാങ്കിൾ പീസ് ഇതാ ഒന്ന് മുറിച്ച് മാറ്റണം. കാരണം ആ ഓട്ടയിൽ കുറച്ച് കാര്യപരിപാടികൾ ബാക്കിയുണ്ട്. അപ്പോൾ അതാ 2 സൈഡിൽ നമ്മളിത് ഓട്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ ബുക്കിൻ്റെ മുകളിൽ എഴുതും, അതല്ലെങ്കിൽ ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും എടുത്ത് വെക്കും. അതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. ബുക്സൊക്കെ ഒതുക്കി വയ്ക്കുമ്പോഴും തപ്പിത്തെറിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വാളിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും എവിടെയാണോ ആവശ്യം അവിടെ നിങ്ങൾക്ക് ഒട്ടിച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഇവനെ കമഴ്ത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ മാല ബൾബ്, നമ്മുടെ കുഞ്ഞ് കുപ്പിയുടെ ഉള്ളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന മാല ബൾബിൽ അത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഇല്ലുമിനാറ്റി ബൾബും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട്. ആ ഹോളിലേക്ക് കാണുന്ന വിധത്തിൽ വേണം കേട്ടോ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ വരും കത്തിക്കഴിഞ്ഞാൽ. ഇനി അപ്പുറം കാണണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ അതിലും സൂപ്പറായിരിക്കും. അപ്പോൾ രാത്രിയാണെങ്കിൽ ഇതുപോലെ ബൾബ് നമുക്ക് കത്തിക്കുകയും ചെയ്യാം. എന്നാൽ അങ്ങനെ അത് ടൈം ടേബിൾ കാർഡായിട്ട് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.